തവനൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച വിജയം നേടും. മലപ്പുറം ജില്ലയിൽ തവനൂര്, പൊന്നാനി, തിരൂര്, പെരിന്തൽമണ്ണ, മങ്കട, നിലമ്പൂര് ഈ 6 നിയോജക മണ്ഡലങ്ങളിലും കടുത്ത മത്സരമാണ് നടന്നിരിക്കുന്നത്. ഈ 6ഇടത്തും ഇടതുപക്ഷ മുന്നണിക്ക് വിജയസാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. താനൂരും വേങ്ങരയും നല്ല മത്സരം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഭിന്നമായി മൈനോറിറ്റി കൺസോളിഡേഷൻ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായി ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവിതർക്കിതമാണ്. സമസ്തയിലെ AP വിഭാഗം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ AP വിഭാഗം പൂർണ്ണമായും ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കട്ടയം പടം മടക്കി എല്ലാം കഴിഞ്ഞിട്ട് അൽപ്പൻ ജലീലിന്റെ തെരഞ്ഞെടുപ്പ് വിശകലനമാണ് നിങ്ങൾ കണ്ടത്. ജലീലിന്റെ തെരഞ്ഞെടുപ്പ് വിശകലനം: തവനൂരിൽ LDF സ്ഥാനാർത്ഥി വിജയിക്കും. പിന്നെയോ തീരുവോ? ഇല്ല. പെരിന്തൽമണ്ണ, മങ്കട, തിരൂര്, എവിടെയൊക്കെയാ പറഞ്ഞേ? പെരിന്തൽമണ്ണ, മങ്കട, തിരൂര്, പൊന്നാനി, വേറെയും പറഞ്ഞല്ലോ. അവിടെയൊക്കെ വലിയ വിജയസാധ്യതയാണ് ഉള്ളത്. പിന്നെ താനൂരിലും വേങ്ങരയിലും എന്താണെങ്കിലും വേങ്ങരയിൽ സവാഹ് ജയിക്കൂല എന്നുള്ളത് തന്നെയാ അൽപ്പൻ ജലീലിൻ്റെയും വിശകലനം. താനൂരിലും ജയിക്കൂല. അപ്പൊ താനൂരിൽ ജയിക്കാത്ത കൊണ്ടാണ് മാമൻ തിരൂരിലേക്ക് മുങ്ങിയത്. തിരൂരിൽ എന്നാ വിജയിക്കോ? വിജയിക്കൂല. അപ്പോ അൽപ്പൻ ജലീലിന്റെ തെരഞ്ഞെടുപ്പ് വിശകലനമാണ് നിങ്ങൾ കണ്ടത്. ഉവ്വാ നമുക്കങ്ങ് ബോധിച്ചിട്ടുണ്ട്. പിന്നെ വല്ലാതെ അങ്ങ് ബോധിച്ചു അല്ലേ? ജലീലെ, ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ 16 മണ്ഡലങ്ങളും 16ഉം UDF-നാ. 16ഉം UDF-നാ. UDF വിജയിക്കും. ഈ പറയുന്ന തവനൂരിലടക്കം എല്ലായിടത്തും വിജയിക്കും. 16ൽ 16ഉം UDF-നാ. പിന്നെ ജലീല് പറഞ്ഞ വലിയ മത്സരവും വിജയസാധ്യതയും എവിടെയുമില്ല. ഒരിടത്തുമില്ല. എല്ലായിടത്തും ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോവുക. കംപ്ലീറ്റ് സ്വൈപ്പാ, തുടച്ച് നീക്കാണ്. മനസ്സിലായില്ലേ? 16ൽ 16ഉം. ജില്ലാ പഞ്ചായത്തിൽ എങ്ങനെയുള്ളത് അതേ അവസ്ഥ. അങ്ങനെ തുടച്ച് മാറ്റിയിട്ട് പ്രതിപക്ഷമില്ലാതെ 16 ഔട്ട് ഓഫ് 16 എന്ന രീതിയിൽ ലീഗും കോൺഗ്രസും. മലപ്പുറം ജില്ലയിൽ ഒരു തരി പോലും എവിടെയും ഉണ്ടാവില്ല. ഒരു തരി ഉണ്ടല്ല, ആ തരി പോലും എവിടെയും മഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല ജലീലിന്. ഇപ്പം അങ്ങനെ ആശ്വസിച്ചോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആശ്വസിക്കണ്ട എന്നൊന്നും പറയുന്നില്ല. മെയ് 4 വരെ ആശ്വാസമായിട്ട് അങ്ങനെ ഇരിക്കാം. ആ റിസൾട്ട് വരുന്നത് വരെ ഇങ്ങനെ പത്രക്കാരെയും കണ്ട് സാധ്യതകളുണ്ട്, വലിയ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്, വലിയ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ അങ്ങനെ ഇരിക്കാം. അതിനപ്പുറത്തേക്ക് 16 ഔട്ട് ഓഫ് 16 ജലീലെ. ഇത് അങ്ങ് തീരുമാനിച്ചതാ. പിന്നെ ജലീല് പറഞ്ഞ അടുത്ത കാര്യം എന്താ പറഞ്ഞത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ AP വിഭാഗം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് തന്നെ ആദ്യം ഒരു ചോദ്യമാണ്. ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. AP സുന്നി, കാന്തപുരം സുന്നിക്കാര് അവര് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ജലീല് പറയുന്നത്.
ഇല്ല, ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ഇന്നലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ ചോദിച്ചപ്പോൾ ഇവിടെ വെച്ച് അത് പറയാൻ പറ്റൂല എന്നാണ് മൂപ്പര് പറഞ്ഞത്. പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ ജലീലാണെങ്കിലും ആരാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അനുയായികളും അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ പറയുന്ന അരിവാൾ ചുറ്റികൾക്കല്ലാതെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാ. മനസ്സിലായില്ലേ? അതിൻ്റെ മെജോറിറ്റിയും ചില ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതൊന്നുമില്ല. ചില ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരുടെ പൊതുവായ പിന്തുണ ഇവരുണ്ടായ അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ 1989 മുതൽ ബഹുമാനപ്പെട്ട ഷേഖുന ശംസുൽ ഉലമ ചവിട്ടി പുറത്താക്കിയ ആ നിമിഷം മുതൽ അരിവാൾ ചുറ്റികക്കൊപ്പാണ് ഇവര്, അന്ന് മുതൽ ഇന്ന് വരെ. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയിൽ ഇവര് ഒരിക്കലും UDF പിന്തുണച്ചിട്ടില്ല എന്നുള്ളതാ. പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ UDF വിജയിക്കുമ്പോൾ ഞങ്ങളെ വോട്ടിനാ ജയിച്ചേ എന്ന എട്ടുകാലി മമ്മുഞ്ഞിൻ്റെ ആ സ്വഭാവം പുറത്തിറക്കാറുണ്ട്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടികവി മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സമസ്തയുടെ ചാട്ടുളിയായിരുന്ന നാട്ടിക ഉസ്താദ്. ആ നാട്ടിക ഉസ്താദ് അന്നേ പറഞ്ഞതാ, എട്ടുകാലി മമ്മുഞ്ഞിൻ്റെ പരിപാടി അന്നുണ്ട് ഇന്നുണ്ട് എന്നുണ്ട് എല്ലാം ഇപ്പോഴും ഉണ്ടാവും, ഇനി അങ്ങോട്ട് ഉണ്ടാകും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന AP സുന്നിക്കാര് സമസ്തക്കാരെന്ന് ഞാൻ പറയില്ല കേട്ടോ, സമസ്തക്കാരെന്ന് ഞാൻ പറയില്ല, കാന്തപുരത്തിൻ്റെ ആൾക്കാർ, ഞാൻ എല്ലാവരുമില്ല, അവരുടെ മെജോറിറ്റിയും അവരുടെ പൊതുവായ പിന്തുണ എന്നും എപ്പോഴും ഈ പറയുന്ന CPM-നും LDF-നും തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. പിന്നെ അവർ പ്രത്യേകം പിന്തുണച്ചു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് പണ്ട് മുതലേ അവിടെയാണ് പോണത്, അത് അവിടെ തന്നെ ആവുള്ളൂ. അതിനി പ്രത്യേക പിന്തുണ നെവർ എവർ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അത് പണ്ട് മുതലേ ഉള്ളതാ, അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാ. ഇനി അത് കണ്ടിട്ട് ജലീൽ പനിക്കണോ? ജലീൽ പനിക്കണ്ട. തവനൂരിൽ മാത്രമല്ല, തവനൂരും ജലീലൊക്കെ ആദ്യഘട്ടത്തിൽ ഞാൻ മത്സരിക്കാനില്ല, എനിക്ക് മത്സരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാ. മറ്റേ നമ്മളെ അന്തർമാന് താനൂരിൽ നിന്ന് ഓടിക്കഴിച്ചിലായതാ. താനൂരിൽ പ്രഖ്യാപിച്ചല്ലോ, താനൂരിൽ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥിത്വം, ബോർഡ് അടിച്ചു, ഫ്ലെക്സ് അടിച്ചു, ഒക്കെ അടിച്ചു. എന്നിട്ട് എന്താണ്ടായത്? മാമന് അന്തർമാന് ഇറങ്ങണില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണില്ല, ഒരൊറ്റ ഇരുത്താ, ഞാൻ ഇറങ്ങൂല, എനിക്കിവിടെ പറ്റൂല. അങ്ങനെയാണ് തിരൂര് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പാഞ്ഞത്. അന്തർമാനാണെങ്കിലും ജലീലാണെങ്കിലും കണ്ടോളി, സ്വപ്നം കണ്ടോളി, സ്വപ്നം കാണണ്ടെന്നൊന്നും പറയില്ല. എപ്പോ, എവിടെ വരെ, എന്ന് വരെ? മെയ് 4 വരെ. അത് കഴിയുമ്പോൾ ആ സ്വപ്നം നിങ്ങൾ കണ്ടാലും വേണ്ടിയില്ല, കണ്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല, അതോടുകൂടി പിന്നെ സ്വപ്നത്തിന് സ്കോപ്പില്ല, തീരും അതോടുകൂടി. അതിനിപ്പോൾ തവനൂരിലാണെങ്കിലും തിരൂരിലാണെങ്കിലും മങ്കടയിലാണെങ്കിലും പെരിന്തൽമണ്ണയിലാണെങ്കിലും നിലമ്പൂരാണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും എവിടെയാണെങ്കിലും. മനസ്സിലായില്ലേ ജലീലിന്? അല്പം ജലീലൊക്കെ വസ്തുതാപരമായിട്ട് കാര്യങ്ങളൊന്നും ജലീൽ മനസ്സിലാക്കാഞ്ഞിട്ടൊന്നല്ല. മനസ്സിലായില്ലേ? ജലീലിന് പിന്നെ വേറെ രക്ഷയല്ല. ഈ പറയുന്ന പത്രക്കാർ വരുമ്പോൾ എന്ത് പറയണമല്ലോ, പറയാതെ ഞാൻ സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാൽ അതും വലിയ ക്ഷീണാവും. അപ്പോൾ പിന്നെന്താക്കും? പിന്നെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാതെ ആകും. അപ്പോൾ ജലീൽ തൽക്കാലം ഒരാശ്വാസത്തിന് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. മനസ്സിലായില്ലേ? ജലീലേ, കളി ഇത് അടിച്ച് മൂലക്കിരുത്താനുള്ള കളി കൂടിയാ. അതിൽ 16 ഔട്ട് ഓഫ് 16 16 ലീഗിൻ്റെ കുട്ടികൾ അങ്ങോട്ട് തൂക്കിയിട്ടുണ്ട്. മലപ്പുറത്ത് ലീഗിൻ്റെ കുട്ടികൾ തൂക്കിയിട്ടുണ്ട്, അങ്ങനെ തന്നെ ഞാൻ പറയും. ലീഗിൻ്റെ കുട്ടികൾ തൂക്കിയിട്ടുണ്ട്. നമ്മൾ കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ലീഗും കോൺഗ്രസും ഒക്കെ ഒന്ന് തന്നെ. നമ്മൾ സതീശൻ പറഞ്ഞ പോലെ ടീം UDF. അതിൽ നമ്മൾ ലീഗ് മറ്റേതൊന്നും മാറിക്കണ്ട. എന്നാലും മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ നമ്മളത് അങ്ങോട്ട് പറയും, ലീഗിൻ്റെ കുട്ടികൾ അങ്ങോട്ട് തൂക്കിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരും വിഷമിക്കൊന്നും വേണ്ട. അതിൽ മലപ്പുറത്തെ കാര്യത്തിൽ നിങ്ങളും ഉണ്ട്. ഇപ്പം തവനൂരിൽ നിങ്ങളെ സീറ്റ്
VS ജോയിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പണിയെടുത്തിട്ടുണ്ട്. അവിടെ കോൺഗ്രസ്സുകാരനാണോ ലീഗുകാരനോ നോക്കിയിട്ടില്ല. ടീം UDF നേതൃത്വം എന്ത് പറഞ്ഞു? ആരെ സ്ഥാനാർത്ഥിയാക്കി. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ലീഗുകാരനൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? ലീഗുകാരൻ പോളിംഗ് ബൂത്ത് പോകുമ്പോൾ ആദ്യത്തെ കള്ളിയിലുള്ള പേരല്ല നോക്കണേ, രണ്ടാമത്തെ കള്ളിയിലുള്ള ചിഹ്ന. അവിടെ കൈപ്പത്തിയാണോ കോണിയാണോ എന്നുള്ളൊരു നോട്ടം മാത്രമേ ഉള്ളൂ. അത് നോക്കിയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് നിർണയിച്ചിട്ട് ചിഹ്നം കൈപ്പത്തിയ അല്ലെങ്കിൽ കോണി. നിലമ്പൂരിൽ ഇപ്പം നമുക്ക് കൈപ്പത്തിയ അല്ലേ, പൊന്നാനിയിൽ നമുക്ക് കൈപ്പത്തിയ, തവനൂരിലും കൈപ്പത്തിയ, ബാക്കി എല്ലായിടത്തും നമുക്ക് കോണിയാ. നമ്മൾ നോക്കിയിട്ട് തന്നെ ചിഹ്നം നോക്കിയിട്ടാ കുത്തിയേ. പാർട്ടി പറഞ്ഞു, നേതൃത്വം പറഞ്ഞു, പേരെന്താണ് എന്നുള്ളത് നോക്കൂല എന്ന് പറഞ്ഞാൽ ഈ പേരിനൊന്നും വാല്യൂ ഇല്ല എന്നല്ല പറയുന്നത് കേട്ടോ, അതുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ലീഗുകാരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ആരെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് മാത്രമേ നോട്ടുള്ളൂ. അത് നോക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം 16-ൽ 16 താനൂരിൽ നിന്ന് ഓടിയോൻ തിരൂരിൽ അവിടുന്ന് ഓടേണ്ടി വരും. ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. അപ്പോൾ ജലീലിൻ്റെ ഈ അനാലിസിസ് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ജലീൽ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ജലീൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനൊന്ന് വിശകലനം ചെയ്യുകയാണല്ലോ. ഇത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നമ്മൾ വയനാട്ടിലെ വീടുണ്ടാക്കണതിന് മുമ്പ് ജലീൽ എന്താ പറഞ്ഞേ? ലീഗ് വെച്ച വീട്ടിൽ നിങ്ങൾ കടക്കൂലെന്ന്. എന്നാലാ ജലീൽ ഇപ്പം എന്താ ഉണ്ടായേ? ലീഗ് വെച്ച വീടിൽ ആൾക്കാർ കിടന്നു ഉറങ്ങി നല്ല സുഖസുന്ദരായിട്ട്. മനസ്സ് നിറഞ്ഞ് ആ ദുരന്തത്തിന് ശേഷം ആദ്യമായിട്ട് ആ ദുരിതബാധിതര് മനസ്സറിഞ്ഞൊന്നുറങ്ങിയത് ലീഗ് വെച്ച വീട്ടിലാ. ഗവൺമെന്റ് പിണറായി വിജയനും താക്കോല് കൊടുത്തല്ലോ. അതിൽ ഉറങ്ങിയോ ജലീലെ? എടോ അൽപ്പ ചിലക്കാൻ എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണം. വാ തുറന്ന പച്ച കള്ളം മാത്രം, നോണ മാത്രം വിളിച്ചു പറയരുത്. അവരെ എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ ഒരു 2-3 തവണ MLA ഒക്കെ ആയ വ്യക്തിയല്ലേ, അതിൻ്റെ ഒരു മാന്യത കാണിക്കണ്ടേ? എന്തെങ്കിലും ഈ അടിമകൾ മറ്റേ AKG സെന്ററിൽ നിന്ന് ഇറക്കുന്ന അതേ ക്യാപ്സൂള് പോലെ ചിലക്കാൻ നിൽക്കരുത്. ഈ ചില 4-ാം തീയതിയോട് കൂടി തീരും. 4-ാം തീയതി വരെ ഇതിന് ആയുസുള്ളൂ, അല്പായുസ് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ജലീലിനൊന്നും പിന്നെ ഒന്നും പറയാനുണ്ടാവില്ല. പിന്നെ ജലീൽ പറഞ്ഞുകൊണ്ടിരിക്കും. ജലീലിന് വേറെ ഒരു പണിയുമില്ല. ജലീലിന് എന്താണ്? ജലീലിപ്പോൾ കോളേജിലെ പ്രൊഫസറായിട്ട് ജോലി നടത്തിയതിൻ്റെ പൈസ കൂടി കിട്ടണം എന്നാ പറഞ്ഞത്. MLA പെൻഷൻ വേണ്ട, അധ്യാപക പെൻഷൻ മതിയെന്ന് എന്ന് പറഞ്ഞാൽ ജലീലെ ആ ഖുർആൻ്റെ ഉള്ളിലും കൂടി സ്വർണം വെച്ച് കടത്തിയോരാ. അപ്പം എൻ്റെ നാവിനും എൻ്റെ വാക്കിനും അത്രേ വില ഉള്ളടോ. പഴയ ചാക്കിൻ്റെ വില പോലും എൻ്റെ നാവിനും എൻ്റെ വാക്കിനും ഇല്ല. ഇതെന്തായാലും ചിലച്ചോ 4-ാം തീയതി വരെ ചിലക്കുള്ളൂ. അത് കഴിയുമ്പോൾ എൻ്റെ ഈ ചിലയുണ്ടാവില്ല. ലീഗ് വെച്ച വീട്ടിൽ ആൾക്കാർ ഉറങ്ങിയിട്ടുണ്ട്. അതുപോലെ 16-ൽ 16 UDF തൂക്കും. മലപ്പുറത്ത് ക്ലീൻ കംപ്ലീറ്റ് സ്വൈപ്പാണ്. അങ്ങനെ തൂത്തുവാരി കൊണ്ടുപോകുക എന്ന് പറയുന്നില്ലേ, അതന്നെ ഇത് സംഭവം. 16-ൽ 16